നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 40 പ്രീവിയസ് ഇയർ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ അടക്കം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് അപ്രോച്ച് ചെയ്യണം എന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സെഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി ചെക്ക് ചെയ്യുക, വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ. ലിറ്റിലിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? അപ്പോൾ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ലിറ്റിലാണ്, കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ലെസ് ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ലെസ്. ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ ഈസ് ലെസ്. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് which best expresses the meaning of the given word extricate. extricate എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമാക്കുക, ഫ്രീ ആക്കുക എന്നുള്ളതാണ് extricate. അപ്പോൾ ഫ്രീ, extricate എന്ന് വെച്ചാൽ എന്താ? സ്വതന്ത്രമാക്കുക. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് ഉള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണ്? ആംബിഗ്വിറ്റി ആണ്. ആംബിഗ്വിറ്റി ആണ് കറക്റ്റ്. ഇനാഗുറേഷന്റെ സ്പെല്ലിംഗ് എന്താ? INAUGURATION. എ കഴിഞ്ഞിട്ട് ഒരു യുവിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഡീറ്ററന്റ്. ഡീറ്ററന്റ് എന്ന് പറയുമ്പോൾ DETERRENT. DETERRENT ആണ്. യുറേക്ക. യുറേക്ക EUREKA. ഇയും കൂടെ വേണം ഫ്രണ്ടിൽ. EUREKA ആണ് യുറേക്ക. ആംബിഗ്വിറ്റി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അടുത്തത്, ഐ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ. എനിക്ക് അവൻ്റെ സ്വഭാവം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പം സഹിക്കുക, ടോളറേറ്റ് എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത്. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദ സെയിം ടൈപ്പ് ദാറ്റ് ലീവ് ആൻഡ് ഫീഡ് ടുഗെദർ ഈസ് നോൺ ആസ് ഹേർഡ്. ഹേർഡ് ആണ്. അപ്പോൾ മൃഗങ്ങളുടെ കൂട്ടം. നമ്മൾ ഹേർഡ് എന്ന് പറയുന്നത് ഹേർഡ് ഓഫ് കാറ്റിൽസ് പറയാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് ദ സെയിം ടൈപ്പ് ആണ് അല്ലേ? കളക്റ്റീവ് നൗൺ ആണ് ഹേർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉടൻ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 45 ഡേയ്സ് ബാച്ച് കോഴ്സ് ഒക്ടോബർ 6 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിനകത്ത് ക്ലാസ്സുകൾ നയിക്കുന്നത്. മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ള കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അൺഅക്കാഡമിയിൽ ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനി LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒക്ടോബർ 7 ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ പഠനം സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 200 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ബാച്ച് 2 അൺഅക്കാഡമിയിൽ സെപ്റ്റംബർ 29 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വൈകിട്ടില്ല. ഇതിനും ഇപ്പോൾ തന്നെ ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അൺഅക്കാഡമിയിലെ ഫ്രീ കണ്ടന്റ് സക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമിയിൽ ഒക്ടോബർ മാസത്തിലെ ഫ്രൈഡേസിൽ 40 ചോദ്യങ്ങൾ 30 മിനിറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് അൺലോക്ക് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. രാജു സേസ് ഐ ആം എ ഫാമർ. അപ്പോൾ രാജു സേസ് വന്നു കഴിഞ്ഞാൽ സെന്റൻസിന്റെ ടെൻസിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. ഇപ്പോൾ രാജു സേസ് കഴിഞ്ഞ ഐ ആം എ ഫാമർ. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ പ്രസന്റ് ടെൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസിൽ തന്നിരിക്കുന്നത് ഏതാണ്? 2 ഓപ്ഷൻ ഉണ്ട്. രാജു സേസ് ദാറ്റ് ഹി ഈസ് എ ഫാമർ, രാജു സെഡ് ദാറ്റ് ഹി ഈസ് എ ഫാമർ. അപ്പോൾ സേസ് വന്നു കഴിഞ്ഞാൽ സേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് സെഡ് ആക്കി മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ രാജു സേസ് ദാറ്റ് ഹി ഈസ് എ ഫാമർ. ഓക്കെ, അടുത്തത്, ഇഫ് സച്ചിൻ ഹാഡ് പ്ലേഡ് ഡാഷ്. അപ്പോൾ ഇതേതാണ്? മൂന്നാമത്തെ ഫോമാണ് ഹാഡ് പ്ലസ് V3. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3. ദേ വുഡ് ഹാവ് വൺ. അപ്പോൾ ഇഫ് സച്ചിൻ ഹാഡ്
played, they would have won ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഡാഷ് കണ്ടന്റ്മെന്റ്. ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഡാഷ് കണ്ടന്റ്മെന്റ്. അപ്പൊ കൺസിസ്റ്റിന്റെ കൂടെ ഓഫ് എപ്പോഴാണ് ചേർക്കുന്നത്? മെയ്ഡ് അപ്പ് ഓഫ് എന്നുള്ള മീനിങ് ആണ് കൺസിസ്റ്റ് ഓഫ് ചേർക്കുന്നത്. ഇവിടെ വരുന്നത് ഹാപ്പിനെസിന്റെ മെയിൻ ക്വാളിറ്റി, ബി ദ മെയിൻ ക്വാളിറ്റി അല്ലെങ്കിൽ പാർട്ട് എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഇൻ കണ്ടന്റ്മെന്റ്. ഇൻ ആണ് അവിടെ വരുന്ന ഉത്തരം, ഇൻ. അടുത്ത ചോദ്യം, നോബഡി വാണ്ട്സ് ടു ബി പുവർ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. അപ്പൊ നോബഡി എന്ന് പറയുമ്പം പ്ലൂറൽ ആണ്. വാണ്ട്സിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് പ്ലസ് വാണ്ട്. പക്ഷെ നോബഡി എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ടാഗ് എഴുതുമ്പോൾ ഡൂ ദേ ആണ് വരേണ്ടത്, ഡൂ ദേ. ഓക്കെ. അടുത്ത ചോദ്യം, ഹു ഈസ് എ മീസോഗൈനിസ്റ്റ്. മീസോഗൈനിസ്റ്റ് ആരാണ്? വൺ ഹു ഹേറ്റ്സ് വിമൻ. വൺ ഹു ഹേറ്റ്സ് വിമൻ ആണ് മീസോഗൈനിസ്റ്റ്. അടുത്ത ചോദ്യം, ബെല്ലാഡോണ. ബെല്ലാഡോണ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ ഡോണ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ത്രീ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ. അപ്പോൾ ഹാൻസം മാൻ അല്ല, ബ്യൂട്ടിഫുൾ ബേർഡ് അല്ല, ക്യൂട്ട് ബോയ് അല്ല, പ്രെറ്റി വുമൺ. അപ്പൊ ഡോണ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചാൽ അവിടെ ഉത്തരം കിട്ടും, എ പ്രെറ്റി വുമൺ. അടുത്ത ചോദ്യം, മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദ പുവർ. ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഫുൾ ഓഫ് ഡാഷ്. അപ്പൊ സിമ്പതിയുടെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. അപ്പൊ സിമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനുകമ്പ. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആന്റിപതിയാണ്, ആന്റിപതി. എംപതി എന്ന് വെച്ചാൽ എന്താണ്? തന്മയീഭാവം. തന്മയീഭാവത്തിനെയാണ് എംപതി എന്ന് പറയുന്നത്. അപതി എന്ന് വെച്ചാൽ എന്താണ്? നിസ്സംഗത. നിസ്സംഗതയാണ് അപതി എന്ന് പറയുന്നത്. അപ്പൊ സിമ്പതിയുടെ ഓപ്പോസിറ്റ് എന്താ? ആന്റിപതി. അടുത്ത ചോദ്യം, റീപ്ലേസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് വിത്ത് വൺ വേർഡ്. ദ ക്രോസ് വാസ് മെയ്ഡ് സേക്രഡ് ബൈ ദ ഡെത്ത് ഓഫ് ജീസസ് ഓൺ ഇറ്റ്. അപ്പൊ മെയ്ഡ് സേക്രഡ് എന്നുള്ളതിന്റെ വൺ വേർഡ് എന്താണ്? സാങ്ക്ടിഫൈഡ്. സാങ്ക്ടിഫൈഡ്. സാങ്ക്ടിഫൈഡ് എന്ന് വെച്ചാൽ എന്താ? വിശുദ്ധമാക്കപ്പെടുക, വിശുദ്ധമാക്കപ്പെടുക. അപ്പൊ ബാപ്റ്റൈസ് എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനസ്നാനം ചെയ്യുക. ജ്ഞാനസ്നാനം ചെയ്യുകയാണ് ബാപ്റ്റൈസ്ഡ്. അപ്പോൾ വിശുദ്ധമാക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് മെയ്ഡ് സേക്രഡ്. ഓക്കെ, സാങ്ക്ടിഫൈഡ്. അടുത്ത ചോദ്യം, ഹാങ് ടുഗെദർ മീൻസ്. ഹാങ് ടുഗെദർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഇൻ യൂണിയൻ, അതായത് ഒരുമിച്ച് വർക്ക് ചെയ്യുക. വർക്ക് ഇൻ യൂണിയൻ ആണ് ഹാങ് ടുഗെദർ. ഡൈ ടുഗെദർ ഒന്നും അല്ല. ഹാങ് ടുഗെദർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഇൻ യൂണിയൻ. അടുത്തത്, ദ സിനോണിം ഓഫ് റീമോസ്. റീമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പശ്ചാത്തപിക്കുക, റിഗ്രറ്റ്. റീമോസ് മീനിങ് എന്താണ്? റിഗ്രറ്റ്, പശ്ചാത്തപിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. പീറ്റർ പോസ്റ്റഡ് ദ ലെറ്റർ. വോയിസ് ചേഞ്ച് ചെയ്യുക. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസ്റ്റഡ് എന്ന് കാണുമ്പോൾ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ എങ്ങനെയാ പാസീവ് വോയിസിലേക്ക് ആക്കുന്നത്? ഒബ്ജക്റ്റ് ഓഫ് ദ ഗിവൺ സെന്റൻസ്, അത് സബ്ജക്റ്റ് ആയിട്ട് മാറും. വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? ദ ലെറ്റർ. അത് പാസീവ് വോയിസിലേക്ക് സബ്ജക്റ്റ് ആയിട്ട് മാറും. ദ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. അപ്പോൾ ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ പീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം, നൈദർ സൂസൻ നോർ ടോം ഡാഷ് അവൈലബിൾ. അപ്പൊ നൈദർ നോർ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ച് വേണം വെർബ് വരേണ്ടത്. ടോം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ്. ബാക്കി ആറും വേറും ഹാവും ഒക്കെ പ്ലൂറൽ ആണ്. ഈസ് ആണ് ഉത്തരം. അപ്പൊ നൈദർ സൂസൻ നോർ ടോം ഈസ് അവൈലബിൾ. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് റോങ്. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സെന്റൻസ് ഏതാണ്? 4 സെന്റൻസ് ഒന്ന് നോക്കാം. വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദ എക്സാമിനേഷൻ. Bread and butter is good for health. The accident took place 2 days ago. My room is upstairs. ഇവിടെ തെറ്റായിട്ടുള്ളത് വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദ എക്സാമിനേഷൻ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഒരാൾ എന്ന മീനിങ് ആണ്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ റൈറ്റ് അല്ല വരേണ്ടത്, റൈറ്റ്സ് ആണ് വരേണ്ടത്. ഓക്കെ. ഇനി ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ സിംഗുലാർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് 2 days ago. അപ്പൊ എഗോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ്. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയ ടുക്ക് അവിടെ ഉപയോഗിച്ചു. മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. ഈസ് ഓൺ അപ്സ്റ്റേഴ്സ് വേണ്ട, ഈസ് അപ്സ്റ്റേഴ്സ് മതി. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് തെറ്റ്. അടുത്ത ചോദ്യം,
യു ഹാഡ് ബെറ്റർ ഡാഷ്, യു ഹാഡ് ബെറ്റർ കഴിഞ്ഞ് ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരാനുള്ളത്. കൺസൾട്ട് എ ഡോക്ടർ, കൺസൾട്ട് എ ഡോക്ടർ. അപ്പൊ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് ടു ഒന്നും ചേർക്കാത്ത വെർബ് വേണം ചേർക്കാൻ വേണ്ടി. അടുത്ത ചോദ്യം, വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. അപ്പോ വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ, പാസ്റ്റിൽ ഒരു പോയിന്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വി ആയതുകൊണ്ട് എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ ഹാവ് ബീൻ വെയിറ്റിംഗ്, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ഇംഗ്ലീഷ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഖാദി ബോർഡ് LDC 2019 ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ GK ചോദ്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇനി നമുക്ക് ഒരു ചോദ്യ പേപ്പർ കൂടെ നോക്കാം. അടുത്ത ചോദ്യ പേപ്പർ വിമൻ എക്സൈസ് ഓഫീസർ, വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ 2019 ചോദിച്ച ചോദ്യ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, വൺ ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഡാഷ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ഷെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ആർ, ഈസ്, വാസ്, ഹാസ് ബീൻ. ഇവിടെ സിംഗുലർ ആയിട്ടുള്ളത് വാസും ഉണ്ട് ഈസും ഉണ്ട്. ഏതാണ്? ഈസ് ആണ് വരുന്നത്. കാരണം ഷെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം. ഇപ്പോൾ വാസ് അവിടെ പറയത്തില്ലല്ലോ, പാസ്റ്റിലല്ലോ, പ്രസന്റ് ടെൻസിലല്ലേ പറയണ്ടേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഉത്തരം ഏതാ? ഈസ്. ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ ഷെഡ്യൂൾഡ് ഓൺ നെക്സ്റ്റ് മന്ത്. അടുത്തത്, ജാപ്പനീസ് ക്യാമറാസ് ആർ സുപ്പീരിയർ ഡാഷ് ദോസ് മെയ്ഡ് ഇൻ ചൈന. അപ്പൊ സുപ്പീരിയർ കഴിഞ്ഞ് യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ടു, സുപ്പീരിയർ ടു ദോസ് മെയ്ഡ് ഇൻ ചൈന, സുപ്പീരിയർ ടു സംതിങ്, സുപ്പീരിയർ ടു സംബഡി. അടുത്ത ചോദ്യം, ദ ലേബറേഴ്സ് അബ്സ്റ്റെയിൻഡ് ഡാഷ് വർക്ക് ടുഡേ. അബ്സ്റ്റെയിൻഡ് ഫ്രം വർക്ക്, ദ ലേബറേഴ്സ് അബ്സ്റ്റെയിൻഡ് ഫ്രം വർക്ക് ടുഡേ. അടുത്ത ചോദ്യം, വെൻ ഐ റീച്ച് ദ എക്സാമിനേഷൻ ഹാൾ ദ എക്സാം ഡാഷ്. അപ്പൊ പാസ്റ്റിൽ നടക്കുന്ന രണ്ട് ആക്ഷൻ, ആദ്യം നടക്കുന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം പറയാൻ. ഞാൻ എക്സാമിനേഷൻ ഹാളിൽ എത്തിയപ്പോൾ എക്സാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എക്സാം തുടങ്ങിയതാണ് ആദ്യം നടന്ന ആക്ഷൻ, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം പറയാൻ. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് പ്ലസ് V3. ഇപ്പോൾ ഹാഡ് സ്റ്റാർട്ടഡ്. അടുത്തത്, ഷി ഡാഷ് ദ ബുക്ക് സിൻസ് 8 o'clock ഇൻ ദ മോർണിംഗ്. അപ്പൊ രാവിലെ 8 മണി തൊട്ട് അവള് ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഹാസ് ബീൻ റീഡിംഗ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഷി ഹാസ് ബീൻ റീഡിംഗ് ദ ബുക്ക് സിൻസ് 8 o'clock ഇൻ ദ മോർണിംഗ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നൺ ഓഫ് us ന്യൂ ദ വേ. സെന്റൻസ് നെഗറ്റീവ് ആണ്, നൺ ഓഫ് വന്നതുകൊണ്ട്. പോസിറ്റീവ് ടാഗ് ആണ് വേണ്ടത്. ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഡിഡ് പ്ലസ് നോ. അപ്പൊ എന്താണ്? ഡിഡ് വി, ഡിഡ് വി. നൺ ഓഫ് us ന്യൂ ദ വേ, ഡിഡ് വി. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. അപ്പൊ ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ വരാം ഉത്തരം? ദ ടീച്ചർ ആസ്ക്ഡ് ഹിം where he had gone the previous day. അപ്പോൾ the teacher asked him where did you go yesterday. yesterday എന്നുള്ളത് എന്തായിട്ട് മാറും? the previous day ആയിട്ട് മാറും. did plus go, did plus go എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ had plus V3, where he had gone the previous day. പ്രസന്റ് കണ്ടിന്യൂസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഈസ്, ആർ, ആം പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ക്രിക്കറ്റ് ആണ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസിൽ ക്രിക്കറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് യൂസ് ചെയ്തു. ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദെം. അപ്പൊ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദെം ആണ് ആൻസർ. അടുത്തത്, ഐ ഹാഡ് ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ഡാഷ് ഐ വാസ് ടയേർഡ്. തോ ഐ വാസ് ടയേർഡ്. If I had been a bird, I dash in the sky. Had plus V3. Had plus V3 വന്നാൽ മെയിൻ ക്ലോസിൽ would have plus would മാത്രമല്ല would, should, could, might. ഇവിടെ ഏതാ വന്നത്? could. could have V3 ഇവിടെ ഉണ്ട് അല്ലെ. could have flown in the sky. അടുത്ത ചോദ്യം, സിനോണിം ഫോർ obstinate. obstinate എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? obstinate എന്ന് പറഞ്ഞാൽ പിടിവാശിയുള്ള. അപ്പൊ stubborn ആണ് അതിന്റെ മീനിങ്. obstinate, stubborn, പിടിവാശിയുള്ള.
വേറൊരു മീനിങ് കൂടെ ഉണ്ട്, റീകാൽസിട്രേറ്റ്. റീകാൽസിട്രേറ്റ് ഇത് ചോദിച്ചിട്ടുണ്ട്. റീകാൽസിട്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സ്റ്റിനേറ്റ് തന്നെയാണ്, സ്റ്റബോൺ തന്നെയാണ് മീനിങ്. അടുത്തത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അക്വിറ്റ്. അക്വിറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? കണ്ടം. കണ്ടം എന്ന് വെച്ചാൽ ശിക്ഷിക്കുക. കൺവിക്റ്റും പറയാറുണ്ട്, ഇവിടെ ഓപ്ഷനിൽ കണ്ടംനാണ് തന്നിരിക്കുന്നത്. അക്വിറ്റ് കൺവിക്റ്റും ഉണ്ട്, കണ്ടംനും ഉണ്ട്. എന്താണ്? ശിക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. ചൂസ് ദ ഫ്രേസൽ വെർബ് വിച്ച് മീൻസ് എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്യൂഷ് എന്ന് വെച്ചാൽ തീ അണയ്ക്കുക. എന്താണ്? പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ആണ് എക്സ്റ്റിങ്ക്യൂഷ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് മീൻസ് ഇൻഡെഫിനിറ്റ്ലി? ഇൻഡെഫിനിറ്റ്ലി സൈൻഡൈ. സൈൻഡൈ ആണ് ഇൻഡെഫിനിറ്റ്ലി, അതായത് അനിശ്ചിത കാലത്തേക്ക്. അനിശ്ചിത കാലത്തേക്ക്. ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് സൈൻഡൈ. അനിശ്ചിത കാലത്തേക്ക് മീറ്റിംഗ് മാറ്റിവെച്ചു. ഓക്കെ. അടുത്ത ചോദ്യം, വൺ ഹു ഈസ് എ ഹേറ്റർ ഓഫ് വിമൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ചോദ്യം ഉണ്ടായിരുന്നു. വൺ ഹു ഈസ് എ ഹേറ്റർ ഓഫ് വിമൻ, മീസോഗൈനിസ്റ്റ്. മീസോഗൈനിസ്റ്റ്, സ്ത്രീ വിരോധി. വൈ ഡോണ്ട് യു സിറ്റ് ഡാഷ് മീ. എന്റെ അടുത്ത് എന്താ ഇരിക്കാത്തത്? അപ്പൊ അരികെ എന്നുള്ള മീനിങ് ആണ് ബിസൈഡ്. ബൈ ദ സൈഡ് ഓഫ്. ബിസൈഡ് മീ. വൈ ഡോണ്ട് യു സിറ്റ് ബിസൈഡ് മീ. അടുത്തത്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കമ്മിറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താ? COMMITTEI. TTEE. COMMITTEE. 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട്. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് N ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രിഫിക്സ്. അപ്പൊ N പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത വേർഡ് ഏതാണ്? എൻലിസ്റ്റ്, എൻകറേജ്, എൻവി, എൻലൈറ്റൻ. എൻവി ആണ്. ബാക്കിയുള്ളവ എൻ ചേർത്തുണ്ടാക്കിയ പുതിയ വാക്കാണ്. എൻവി എന്ന് പറയുന്നത് ഒറ്റൊരു വാക്കാണ്, അതുകൊണ്ടാണ് അവിടെ അത് പ്രിഫിക്സ് ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് മീൻസ് കളക്ഷൻ ഓഫ് ഷിപ്പ്. ഷിപ്പിന്റെ കളക്ഷൻ എന്താ പറയുന്നത്? ഫ്ലീറ്റ്. ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് പറയുന്നത്. അടുത്തത്, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡാഷ്. ഗോഡ് ഡിസ്പോസസ്. അതൊരു പഴഞ്ചൊല്ലാണ്. മനുഷ്യൻ പദ്ധതികൾ ഉണ്ടാക്കുന്നു, ദൈവം അത് തകർക്കുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയുണ്ട് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലെ 20 ഇംഗ്ലീഷ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ 40 പ്രീവിയസ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലത്തെ സെഷൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.